മൗലപ്പയെ പോലെ തന്നെ ആരും അറിയപ്പെടാതിരിക്കാനും പൊതുവേദികളിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തലുകളിൽ നിന്നും ഏറെ അകന്നു നിൽക്കുന്ന സ്വഭാവ വിശേഷണത്തിനുടമയായിരുന്നു മഹാനായ ഉസ്താദ്. മൗലാപ്പയുടെ പ്രധാന ഖലീഫമാരിൽ ഒരാളായിരുന്ന ഷെയ്ഖുന അവിടുത്തേക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. എൻ്റെ കുട്ടി എന്നാണ് മൗല ഉസ്താദിനെ വിളിക്കാറുള്ളത്. ഷെയ്ഖുനായുടെ ദർസിനെ കുറിച്ച് എപ്പോഴും മദ്ഹ് പറയുകയും മുത്തഅല്ലിമുകൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആശാ കേന്ദ്രമായിരുന്നു ഷെയ്ഖുന. ഏത് നീറുന്ന പ്രശ്നവുമായി ഷെയ്ഖുനായെ സമീപിച്ചാലും ആശ്വാസത്തിന്റെ വാക്കുകളും പ്രാർത്ഥനയും കൊണ്ട് എല്ലാവരും മടങ്ങാറുള്ളൂ. കേരളത്തിനകത്തും പുറത്തും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഉസ്താദിന്റെ പ്രാർത്ഥനയ്ക്കും വാക്കുകൾക്കും ഏറെ മൂർച്ചയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കല്ലൂർ എന്ന പ്രദേശത്ത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വന്ന ഉസ്താദിനോട് മഹല്ല് കാരണവർ ചക്കര ഇബ്രാഹിം ഹാജി പറഞ്ഞു, മഴയില്ല, കാപ്പിയും നെൽകൃഷിയും ഉണങ്ങുന്നു, മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം ഉസ്താദെ. ഉടനെ ഷെയ്ഖുന മൂരിയാട് ഉസ്താദ് പറഞ്ഞു, മഴ പെയ്യണോ? പെയ്യട്ടെ എന്ന് മറുപടി കൊടുത്തു. അത്ഭുതകരമെന്ന് പറയട്ടെ, പരിപാടി കഴിഞ്ഞ് ഉടനെ കോരിച്ചൊരിയുന്ന മഴ പെയ്തു. ആ നാട് ജലസമൃദ്ധമായി മാറി. അള്ളാഹുവിന്റെ ഔലിയാക്കൾ റബ്ബിനോട് പറഞ്ഞാൽ ഉത്തരം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ അവിടെ പ്രകടമായി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് അവൻ പറയും, ഞാൻ ഇന്ന അടിമയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും അവനെ ഇഷ്ടപ്പെടുക. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അവനെ ഇഷ്ടപ്പെടും. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്തോട് വിളിച്ചു പറയുമത്രേ, ഈ അടിമയെ അള്ളാഹു തആല ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും അവനെ ഇഷ്ടപ്പെടുക. അങ്ങനെ ആകാശ ലോകത്തുള്ള മലക്കുകൾ മുഴുവനും അവനെ ഇഷ്ടപ്പെടും. ഭൂമിയിൽ അവന് സ്വീകാര്യത നൽകുകയും ചെയ്യും. 2021 ജനുവരി 29 ഹിജ്റ 1442 ജുമാദുൽ ആഖിർ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു ഷെയ്ഖുന മൂരിയാട് ഉസ്താദ് വഫാത്തായത്. എൻ്റെ മൗല വഫാത്തായ ദിവസം തന്നെ എനിക്കും മരിക്കണം എന്നായിരുന്നു ഷെയ്ഖുനായുടെ അവസാനത്തെ ആഗ്രഹം. അത് അല്ലാഹു തആല സഫലമാക്കുകയും ചെയ്തു. മരണവാർത്തയറിഞ്ഞ് വിവിധ ജില്ലകളിൽ നിന്ന് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. 45 തവണ ജനാസ നിസ്കാരം നടന്നു. ഇത് ഷെയ്ഖുനാക്ക് അല്ലാഹു തആല ഭൂമിയിൽ നൽകിയ ഏറ്റവും വലിയ സ്വീകാര്യതയാണ്. സർവനാഥൻ ആ മഹാനോടുകൂടെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവരും മൂരിയാട് ഉസ്താദിന്റെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.